ശക്തമായ കാറ്റിലും മഴയിലും സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ കനത്ത നാശം. മലബാറിലെ വിവിധയിടങ്ങളിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ആലപ്പുഴ, കോട്ടയം, കൊല്ലം ജില്ലകളിലും നാശനഷ്ടങ്ങളുണ്ടായി. ആലപ്പുഴ മാന്നാറിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. മാന്നാർ തൈവിള ഭാഗത്താണ് 2 വൈദ്യുതി പോസ്റ്റുകൾ പൂർണ്ണമായി വീണത്. വൈദ്യുതി ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. കോട്ടയം പെരുന്നിയിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. യാത്രക്കാരില്ലാതിരുന്നതിനാൽ ദുരന്തമൊഴിവായി. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം MC റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടകം ഗവൺമെന്റ് കോളേജിന് സമീപവും മരം കടപുഴകി വീണു. തുടർന്ന് അഗ്നിശമന സേനയെത്തി മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കോഴിക്കോട് വയനാട് റോഡിൽ താഴെമുക്കലിൽ മരം കടപുഴകി വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും അഗ്നിരക്ഷാ സേനയും ചേർന്നാണ് മരം മുറിച്ചു നീക്കിയത്. കോഴിക്കോട് താഴെ മാണൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. താഴെ മണ്ണൂരിൽ സ്വദേശി മുസ്തഫയുടെ വീട്ടുമുറ്റത്തായിരുന്നു അപകടമുണ്ടായത്. കാറ്റിലും മഴയിലും ആലപ്പുഴ, എടത്വ, തലവടി, തകഴി എന്നിവിടങ്ങളിൽ മരം കടപുഴകി വീണു. നിരവധി പോസ്റ്റുകൾ തകർന്നു വീണു. തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കൾക്കും പരിക്കേറ്റു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.